ശ്രീമതി ആശ ലോറൻസ്, അതായത് ഈ മതാചാരപ്രകാരം യാത്രയയപ്പ് നൽകുന്നത് CPM-നെ സഹിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിന് മുന്നേ മകളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മൂത്ത മകള് ഞാൻ പറഞ്ഞല്ലോ സുവിശേഷ പ്രചാരത്തിന് പോകുന്ന ഒരാളാണ്. അവര് ബൈബിൾ തൊട്ട് കള്ളം പറയുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എൻ്റെ മകന് അയച്ച ചാറ്റ് മെനിയാന്ന് വൈകിട്ട് 21-ാം തീയതി വൈകിട്ട് അപ്പൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറഞ്ഞപ്പോൾ ഇവർ ICUയിൽ കയറി കണ്ടെന്നും അപ്പന് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ കൊടുത്തെന്നും പ്രാർത്ഥിച്ച് കൊടുത്തെന്നും അതിന് ശേഷം അപ്പൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയെന്നും എൻ്റെ മകൻ അയച്ച ചാറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെ അനിൽ നമ്പ്യാർക്കൊക്കെ അത് അയച്ചു കൊടുത്തിരുന്നല്ലോ, ഷാജൻ സക്കറിക്കും അയച്ചു കൊടുത്തിരുന്നല്ലോ. എന്നിട്ട് പിന്നെ എന്തിനീ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നത്? എന്ത് നേടാനായിട്ട്? അവർക്ക് സാമ്പത്തിക നേട്ടത്തിനൊന്നും വേണ്ട, അവർക്ക് ജോലിയും വേണ്ട. പക്ഷെ മൂത്ത മകൻ സഖാവാണ്, അയാൾ സഖാവാണ്, നേരത്തെ പറഞ്ഞ ഡെവിളാണ് അയാൾ. അതുകൊണ്ടാണ് ഈ കള്ളത്തരത്തിന് ഇങ്ങനെ നിൽക്കുന്നത്. അയാൾക്ക് സീനിയർ ഗവൺമെന്റ് ലീഡർ പൊസിഷൻ കിട്ടിയത് പാർട്ടി നോമിനിയുടെ പേരിലാണ്. അത് കഴിഞ്ഞ ഗവൺമെന്റിന് കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം കൊടുക്കാൻ ആ ലിസ്റ്റിൽ CN മോഹനൻ ഇയാളുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇയാളുടെ ഒരു ഫ്രണ്ടും, ആ ഫ്രണ്ടിന്റെ പേര് എനിക്ക് അറിയാമായിരുന്നു, ആരോ ഫ്രണ്ടോ ഏതോ സഖാവിനെയും കൂട്ടി തൃശ്ശൂർ AB ജയരാജന്റെ വീട്ടിൽ പോയി പറഞ്ഞതിന് ശേഷമാണ് ഇത് കിട്ടിയതും. അപ്പൻ ഹോസ്പിറ്റലിൽ കിടന്ന കോടിയേരിനെയും P രാജീവിനെയും എല്ലാം വിളിച്ച് മകനെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനെയും വിജയാന്ന് വിളിക്കാനുള്ള അധികാരമുള്ള ഒരു നേതാവായിരുന്നു. ഇന്നലെ ഞാൻ ചോദ്യം ഒന്നും കൂടി പറയണേ, ഞാനത് വിട്ടുപോണു. ഞാൻ ഇന്നലെയും പറയുവാണ്, ഈ പറഞ്ഞ MM ലോറൻസിനെ അനുവദിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് CPM? അത് ഈ മതാചാര പ്രകാരമുള്ള യാത്രയയപ്പ് നൽകുന്നത് CPM-ന് സഹിക്കാനാവാത്തത് എന്തുകൊണ്ടാണ്? അപ്പം ക്രിസ്ത്യാനായതുകൊണ്ട്. പണ്ട് അതൊരു ഹിന്ദു പാർട്ടി ആയിരുന്നില്ലേ, ഈഴവരായിരുന്നില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്, പിന്നെ അടിയാളുമാരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ബ്രാഹ്മണൻസും അവരെ വന്ന് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണല്ലോ അടിയാളുമാരെ ഇവര് പറ്റിച്ചോണ്ടിരുന്നത്. എവിടെ കിട്ടി ഇവർക്ക് തുല്യത? ഇന്നും ഞാൻ EMS-ഉം സഖാവും എൻ്റെ അപ്പനും തമ്മിൽ വളരെ മാനസികമായിട്ട് ഭയങ്കര അടുപ്പമുണ്ടെന്ന് എല്ലാവരും പറയും. പക്ഷെ ഒരു പഴയകാല ഫോട്ടോ ഈയിടെ എൻ്റെ കയ്യിൽ കിട്ടി. EMS സഖാവും അപ്പനും തൊട്ടപ്പുറത്ത് അപ്പൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് EK നാരായണൻ സഖാവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പള്ളിരുത്തിയിൽ ഉണ്ടായിരുന്ന കൊച്ചി മേയറായിരുന്ന EK നാരായണൻ സഖാവ് ആണോ എന്നറിയില്ല, മുഖം തിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ EMS സഖാവിന് ഇലയിട്ട് ഇത്രയും ഭക്ഷണം കൊടുത്തിട്ട് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ക്രിസ്ത്യാനിയായി അപ്പനെ ഇരുത്തിയിരിക്കണം. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. എന്താണ് തൊട്ടുകൂടായി അവിടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് EMS സഖാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പന് ആത്മബന്ധം തന്നെ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ, ഫാമിലി ലൈഫിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മരുമകൻ ഉണ്ടല്ലോ ഗുപ്തനൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ അപ്പനോടാണ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ആ ഫോട്ടോ ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് എല്ലാവരും ഊണ് കഴിക്കണം EMS സഖാവ് തൊട്ടടുത്ത് ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അപ്പൻ്റെ ചിലയോട് ചേർത്തിട്ടാണ് അടുത്ത സഖാവ് ഇരിക്കുന്നത്. അവരുടെ ഇലയ്ക്ക് ടച്ച് ചെയ്തിട്ട് ഈ EMS സഖാവും എൻ്റെ അപ്പനും തമ്മിലുള്ള ഗ്യാപ്പ് ഇത്രയുണ്ട് ഇലയ്ക്ക്. അപ്പൊ ഏത് സഖാവിന്റെ മുമ്പിൽ ഇരുന്ന ഒരു റെഡ് വളണ്ടിയർക്ക് ചർച്ച അപൂർണമാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം വൈകി എത്തി ആശ ലോറൻസ്, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുമായില്ല.